റോഡ് തകർന്ന് തരിപ്പണമായതോടെ പ്രതിസന്ധിയിലായി കണ്ണൂർ കാടാച്ചിറ കോട്ടൂർ നിവാസികൾ. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ റോഡ് കനത്ത മഴയിൽ തകർന്നതോടെ രോഗികളെ പോലും എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകേണ്ട ഗതികേടിലാണ് ഇവിടെയുള്ളവർ. റോഡിനായി പല തവണ പഞ്ചായത്ത് ഓഫീസ് കയറി ഇറങ്ങിയിട്ടും അധികൃതർക്ക് കണ്ട ഭാവമില്ല. റോഡാക്കാൻ പറഞ്ഞിട്ട് വോട്ടിന് വരുന്ന കുട്ടികളെല്ലാം പറയുന്നു റോഡാക്കി തരും. വോട്ട് കഴിഞ്ഞാൽ പിന്നെ റോഡില്ല, കറണ്ടില്ലാന്ന് പറഞ്ഞിട്ട് അവർ ജപ്പാൻ വെള്ളമാക്കി തന്നു. അതാണെങ്കിൽ ആഴ്ചക്കൊരു ദിവസം. വെള്ളത്തിനും നമുക്ക് ക്ഷാമം, റോഡിനും ക്ഷാമം മോനെ. ഇതാണ് കോട്ടൂർ എന്ന പ്രദേശത്തെ 20ഓളം കുടുംബങ്ങളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക വഴി. കുത്തനെയുള്ള ഇറക്കം, റോഡാകട്ടെ തകർന്ന് തരിപ്പണമായി. നാട്ടുകാർ ഈ ദുരിതപർവം താണ്ടി തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. മാറി വരുന്ന പഞ്ചായത്തിൽ നമ്മൾ പോകും. ഇങ്ങനെ ഗ്രാമസഭ കൂടുമ്പോൾ അപ്പോൾ പറയും നമ്മൾ ശരിയാക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ കഴിഞ്ഞ ആഴ്ച നമ്മളോട് പറഞ്ഞ് ആടുന്ന് ഈ കയറ്റം വരെ നമ്മൾ മറ്റേ ഇത് ജല്ലിയിട്ടാരാണ്. അത് മാർച്ചിൽ ഇട്ടേരെന്ന് പറഞ്ഞാൽ ഇട്ടിട്ടില്ല. അസുഖബാധിതരായ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ എടുത്തുകൊണ്ടു പോകേണ്ട ഗതികേടിലാണ് ഇവിടത്തുകാർ. എനിക്ക് ഇതിനിടയ്ക്ക് സുഖമില്ലായിട്ട് പിന്നെ ആംബുലൻസ് വന്നിട്ട് സ്കെച്ചറിൽ എടുത്തിട്ടാണ് കൊണ്ടുപോയിന്. ആ ജനങ്ങൾ കയറ്റിയ അവസ്ഥ കുട്ടികൾക്ക് മാത്രമേ അറിയൂ. നാട്ടുകാരുടെ പ്രയാസം അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അനക്കെന്നെ ശ്വാസം മുട്ടല, അന്നെ എടുത്തിട്ട് അവിടുന്ന് നടകിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. 5-10 ആൾ വന്നിട്ട് എന്നെ നടകിച്ച് ആ റോട്ടിനെത്തിച്ചാണ് കണ്ണൂർ ആസ്പത്രിയിലെത്തിച്ചത്. വോട്ടിനായി തങ്ങളെ തേടി എത്തുന്നവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് ഇവരുടെ പരാതി. ഇപ്പോൾ ഓരോ 5 വർഷം ഓരോ മെമ്പർമാരും മാറുന്നേന നമ്മൾ ആക്കിത്തരാന്ന് പറഞ്ഞു. 10 വർഷത്തിന് മേലെയായി. ഇനിയും വേണ്ടത് വാഗ്ദാനങ്ങളല്ല, പരിഹാരമാണ് എന്ന് ഇവർ ഒരുമിച്ച് പറയുന്നു. ജനം, കണ്ണൂർ.